നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും തമ്മിൽ കളിക്കാൻ ഇറങ്ങുകയാണ്. ഒരു സൂപ്പർ പോരാട്ടം എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലണ്ട് സമീപകാലത്ത് മികച്ച പ്രകടനമല്ല ഏകദിനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സീരീസ് പൊട്ടി തകർന്നാണ് അവർ വരുന്നത്. ഓസ്ട്രേലിയ ആവട്ടെ, അവരുടെ സുപ്രധാന താരങ്ങൾ മിസ്സിംഗ് ആണ്. അവരുടെ നായകൻ പാറ്റ് കമിൻസ് ഇല്ല, അതുപോലെ തന്നെ സ്റ്റാർക്ക് ഇല്ല, ജോഷ് ഹേസൽവുഡ് ഇല്ല. പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ പ്രമുഖരില്ലാതെ എത്തുകയാണ്. സ്റ്റോയിനിസ് വിരമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മിച്ചൽ മാർഷ് നേരത്തെ പരിക്കേറ്റ് റൂൾഡ് ഔട്ടാണ്. അപ്പോൾ അങ്ങനെ പ്രമുഖരായിട്ടുള്ള 5 താരങ്ങളില്ലാതെയാണ് ഓസ്ട്രേലിയ വരുന്നത്. അവരുടെ ശ്രീലങ്കയ്ക്കെതിരെയുള്ള സീരീസിൽ അവർ തോറ്റിട്ടാണ്, വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ 2 ടീമിനും ഇവിടെ വിജയിക്കണം, മികച്ചൊരു തുടക്കം കിട്ടണം. അതുകൊണ്ടൊരു കനത്ത പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും മൈറ്റി ഓസീസ് മൈറ്റി തന്നെയാണ്. അവരെ പൂട്ടാൻ ഇംഗ്ലണ്ടിനാവുമോ എന്നുള്ളതാണ് ചോദ്യം. ഇംഗ്ലണ്ടിൻ്റെ നിരയിൽ ആരൊക്കെ ഇറങ്ങും എന്നുള്ളത് അവർ 2 ദിവസം മുമ്പ് തന്നെ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിരുന്നു, അവരുടെ പ്ലേയിങ് 11. അതേസമയം ഓസ്ട്രേലിയയുടെ നിരയിൽ ആരൊക്കെ എന്നുള്ളത് കണ്ടറിയണം. നമ്മൾ അവരുടെ ടീം ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ആബ്സെൻസ് ഉള്ളത് കൊണ്ട് അവരുടെ പേസ് അറ്റാക്കിൻ്റെ കാര്യത്തിൽ ചെറിയ ചില സംശയങ്ങളുണ്ട്. എന്തായാലും ഓൾറൗണ്ടർ ആരോൺ ഹാഡി പുറത്തിരിക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം ലബുഷേനെ കളിപ്പിക്കുക, എക്സ്ട്രാ ബാറ്ററെ വെക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ സോൺ അബൌട്ട് ഓർ ബെൻ ഡൊർവൈസ് അതിൽ ഒരാളായിരിക്കും കളിക്കാൻ ഇറങ്ങുക. അങ്ങനെയെങ്കിൽ ഓസ്ട്രേലിയയുടെ ഒരു പ്രോബ്ലം ലെവലിലേക്ക് പോയാൽ ട്രാവിസ് ഹെഡും മാത്യു ഷോട്ടും ചേർന്ന് ഓപ്പൺ ചെയ്യും. ദെൻ നമ്പർ 3 സ്റ്റീവൻ സ്മിത്ത്, അദ്ദേഹമാണ് ക്യാപ്റ്റൻ. നമ്പർ 4 ജോഷ് ഇംഗ്ലീസ്, ദെൻ മാർണസ് ലബുഷെയ്ന്, പിന്നെ അലക്സ് കാരി. നമ്പർ 7 ഗ്ലെൻ മാക്സ്വെൽ, നമ്പർ 8 ഷോൺ അബൌട്ട് ഓർ ബെൻ ഡൊർവൈസ്, ദെൻ നദാൻ എല്ലിസ്, നമ്പർ 10 ആദം സാംബ, ദെൻ സ്പെൻസർ ജോൺസൺ. ഇങ്ങനെയുള്ളൊരു 11 കൊണ്ട് അവർ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇംഗ്ലണ്ട് നേരത്തെ തന്നെ അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജെയ്മി സ്മിത്ത് പൂർണ്ണ ഫിറ്റായിട്ട് സ്ക്വാഡിലേക്ക് മടങ്ങി വരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം വിക്കറ്റ് കീപ്പറുമാവും നമ്പർ 3 ബാറ്ററായിട്ട് കളിക്കുകയും ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ നമ്പർ 4ലേക്ക് ജോ റൂട്ട് താഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഫിൽ സാൾട്ട് ഇന്ത്യയിൽ അദ്ദേഹമായിരുന്നു വിക്കറ്റ് കീപ്പ് ചെയ്തിരുന്നത്, അദ്ദേഹമല്ല, പകരം സ്മിത്ത് വിക്കറ്റ് കീപ്പ് ചെയ്യുമെന്നാണ് ലഭ്യമാകുന്ന ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് ലിസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ 4 ഫ്രണ്ട് ലൈൻ ബൗളേഴ്സാണ് അവരുടെ സ്ക്വാഡിലുള്ളത്. അതുകൊണ്ട് റൂട്ടിനും ലിയാം ലിവിങ്സ്റ്റണും ബൗളിങ്ങിൽ പ്രധാനപ്പെട്ട റോളുകൾ വഹിക്കാൻ ഉണ്ടാകും. അവർക്ക് ബൗളിംഗ് കൂടി ചെയ്യേണ്ടി വരും എന്നർത്ഥം. ജോഫ്രെ ആർച്ചറും മാർക്ക് വുഡും ചേർന്നുകൊണ്ട് കിടലൻ പേസ് ബൗളിംഗ് അവർക്ക് വേണ്ടി നടത്തുമ്പോൾ ആദിൽ റഷീദ് അവരുടെ സ്പിൻ ബൗളിങ്ങിൻ്റെ കുന്തമുനയായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽ സാൾട്ടും ബെൻ ഡെക്കറ്റും ചേർന്ന് ഓപ്പൺ ചെയ്താൽ ജെയ്മി സ്മിത്ത് നമ്പർ 3 വരും, ജോ റൂട്ട് പിന്നാലെ വരും, നമ്പർ 5 ഹാരി ബ്രൂക്ക്, ദെൻ നായകൻ ജോസ് ബട്ട്ലർ, നമ്പർ 7 ലിയാം ലിവിങ്സ്റ്റൺ, നമ്പർ 8 ബ്രൈഡൻ കാർഡ്സ്, നമ്പർ 9 ജോഫ്രെ ആർച്ചർ, നമ്പർ 10 ആദിൽ റഷീദ്, നമ്പർ 11 മാർക്ക് വുഡ്. വളരെ ഫയർ പവർ ഉള്ളൊരു ബാറ്റിംഗ് ലൈനപ്പാണിത്. പലപ്പോഴും പക്ഷേ ഓവർ അഗ്രഷൻ അവർക്ക് വിനയാവാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മികച്ചൊരു പ്രകടനം ഇന്നത്തെ മത്സരത്തിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗദാഫി സ്റ്റേഡിയത്തിലെ പിച്ച് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ടുള്ള പിച്ചാണ്, ബാറ്റേഴ്സിന് വളരെ ഗുണകരമാവുന്ന തരത്തിലുള്ള പിച്ചാണ്. സോ മികച്ചൊരു സ്കോർ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കിടിലൻ പോരാട്ടത്തിനായിട്ട് കാത്തിരിക്കുകയും ചെയ്യാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.